രണ്ട് വലിയ അപ്ഡേറ്റുകളാണ് ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കിടയിൽ. അപ്പോൾ അത് ഒന്ന് യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ന്യൂകാസിലിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്പർ 1 ഡേവിഡ് ഓൺസ്റ്റീൻ ബോംബ, നമ്മുടെ പ്രയോറിറ്റി ടാർഗറ്റായിട്ട് സ്ട്രൈക്കറായിട്ട് ഇപ്പോൾ കാണുന്നത് സെസ്കോനെയാണ്. അപ്പോൾ ഷെഷ്കോ എന്നാണ് ആക്ച്വലി പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബെന്യാമിൻ ഷെഷ്കോ എന്നാണ് പുള്ളി തന്നെ സ്വയം പേര് പറയുന്നത്. അപ്പോൾ ഇന്നലെ വാർത്തകളൊക്കെ വന്നിരുന്നു, ഒലീവ് വാറ്റ്കിൻസും അതുപോലെ തന്നെ സെസ്കോയാണ്, ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഫൈനൽ ഷോർട്ട് ലിസ്റ്റിൽ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ലോറി വിറ്റ്വെല്ലാണ് റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഇന്നിപ്പോൾ ഡേവിഡ് ഓൺസ്റ്റീൻ പറയുന്നുണ്ട് ഒലീവ് വാറ്റ്കിൻസ് അല്ല, പകരം ഷെഷ്കോയാണ്. കാരണം ഒലീവ് വാറ്റ്കിൻസിനെ ഈ പറയുന്ന പോലെ അമോറിം പ്രിഫർ ചെയ്യുന്ന ഒലീവ് വാറ്റ്കിൻസ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ആസ്റ്റൺ വില്ല വിൽക്കാൻ തയ്യാറല്ല. അതുപോലെ തന്നെ അവർ ആവശ്യപ്പെടാൻ പോകുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺറിയലിസ്റ്റിക് ആയിരിക്കും, 60 മില്യൺ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന പോലെ ഷെഷ്കോയ്ക്കായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള വാർത്തയൊക്കെ വന്നത്. ഇപ്പം എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ന്യൂകാസിലിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈഗ് ഹോപ്പ്, ന്യൂകാസിലിലെ വളരെ റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇസാക്ക് ന്യൂകാസിലോട്ട് പോകുകയാണ് എന്നുള്ള വാർത്ത ആദ്യം പുറത്തേക്ക് വിട്ടത്, ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വിട്ടത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഷെഷ്കോയുടെ പ്രിഫറൻസ് യുണൈറ്റഡ് ആണെന്നുള്ള ഫീലിംഗ് ആണ് ന്യൂകാസിൽ ഉള്ളത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് സാധനം കൂട്ടി വായിച്ച് കഴിയുമ്പോൾ നമുക്കാണിപ്പോൾ ഷെഷ്കോനെ സൈൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ സാധ്യതകളെന്ന് പറയാം. അതുപോലെ തന്നെ വേറെയും ചില ജർമ്മൻ ജേർണലിസ്റ്റുകളൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ യാനാർഗ് ഫിയർട്ടോഫ്, അദ്ദേഹം ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റാണ്, ESPN-ലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു ഷെഷ്കോയ്ക്ക് താല്പര്യം യുണൈറ്റഡ് ആണ്. അതുപോലെ തന്നെ പ്ലറ്റൻബർഗ് ഒക്കെ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ചോയ്സുകളിൽ സെസ്കോയ്ക്ക് താല്പര്യം യുണൈറ്റഡ് ആണ്. അതുപോലെ തന്നെ ഈ വാർത്ത നേരത്തെയും വന്നൊരു കാര്യമാണ്, സെസ്കോയുടെ പ്രിഫറൻസ് കൂടുതലും യുണൈറ്റഡ് ആണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോൾ എന്തായാലും വേറെയും ജേർണലിസ്റ്റുകളൊക്കെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൺഫേം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ 100% നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂകാസിൽ ഇതിനകത്ത് അവർ കംപ്ലീറ്റ്ലി ഫ്രസ്ട്രേറ്റഡ് ആണെന്നുള്ള കാര്യം ഈ ക്രൈഗ് ഹോപ്പ് പറയുന്നുണ്ട്. അപ്പോൾ അവർ സ്റ്റിൽ ദേ ആർ പുഷിങ് ഫോർ ഇറ്റ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൈസ കൂടുതൽ അവർ ഓഫർ ചെയ്യും, അവർ വേറെയും പൈസ അല്ലാതെ വേറെയും പല കാര്യങ്ങൾ അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റും, കാരണം അവർക്ക് അതിനുള്ള പൈസ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സെസ്കോനെ ഈ പറയുന്ന പോലെ അവർക്ക് മേടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ അൾട്ടിമേറ്റ്ലി പ്ലെയറിൻ്റെ ചോയ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പ്രലോഭനങ്ങളിലൊന്നും താല്പര്യമില്ല, യുണൈറ്റഡ് തന്നെയാണ് എൻ്റെ പ്രയോറിറ്റി എന്ന് പ്ലെയർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ന്യൂകാസിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും സെസ്കോയുടെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് മീറ്റിംഗ്സിനൊക്കെ ആയിട്ട് ജർമ്മനിയിലേക്ക് ആൾക്കാരേക്ക് വിട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. RB ലൈപ്സിഗിലേക്ക് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാമുവൽ ലെക്കസ്റ്റ് പറയുന്നത് ഇപ്പോൾ നമ്മൾ അഡ്വാൻസിങ് ആണ് എന്നുള്ള കാര്യമൊക്കെ ഒരുമാതിരിപ്പെട്ട ടയർ 1 ടയർ 2 ജേർണലിസ്റ്റുകളൊക്കെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും ഈ ഷെഷ്കോയുടെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ഡേവിഡ് ഓൺസ്റ്റീൻ തന്നെ പറയുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആർട്ടിക്കിളിൽ കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പ്ലെയറിനെ കഴിഞ്ഞ 5-6 വർഷമായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിന് നേരത്തെ തൊട്ട് താല്പര്യം ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ 2019 ഇവൻ ഡോംസെയിൽ എന്ന് പറഞ്ഞൊരു ടീമിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആണ് അവൻ RB സാൽസ്ബർഗിലേക്ക് പോയത്. അപ്പോൾ അന്ന് എന്തോ 2 മില്യൺ ഒരു ഡീലിനാണ് അവർ സൈൻ ചെയ്തത്. അപ്പോൾ അന്ന് അത് മാച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അന്ന് യുണൈറ്റഡിന് സെസ്കോനെ സൈൻ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ അന്ന് ആ സമയത്ത് RB സാൽസ്ബർഗിൽ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പം നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ തലവനായ ക്രിസ്റ്റഫർ വിവേൽ. അപ്പോൾ അങ്ങനെ പ്ലെയർ അങ്ങോട്ട് പോയി, RB സാൽസ്ബർഗിലേക്ക് പോയതിനു ശേഷം RB സാൽസ്ബർഗിൽ നിന്ന് RB ലൈപ്സിഗിലേക്ക് പോയി. അതിനുശേഷം നമ്മൾ 2022 ഇൻട്രസ്റ്റ് ആയിട്ട് ചെന്നു. പക്ഷെ അന്ന് പ്ലെയർ അവിടെ തന്നെ തുടരാനാണ് തീരുമാനിച്ചത് ഫർദർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഈ ഒരു സെയിം ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അപ്പോൾ സിർക്സിക്ക് നോക്കിയ സമയത്ത് തന്നെ നമ്മൾ ഷെഷ്കോനെ നോക്കി, പക്ഷേ ഷെഷ്കോയ്ക്ക് അന്നേരം വരാൻ താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4ാമത്തെ ട്രയലാണ് ഇപ്പോൾ നമ്മൾ ഫൈനലി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ലോങ് സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഉള്ള പ്ലെയർ ആണ് ഷെഷ്കോ. അപ്പോൾ അങ്ങനെ ഒലീവ് വാറ്റ്കിൻസ് ഓർ ഷെഷ്കോ എന്നുള്ള ചോദ്യത്തിലാണ് നമ്മളിപ്പോൾ അൾട്ടിമേറ്റ്ലി നിൽക്കുന്നത്. ഇപ്പോൾ തീർച്ചയായും ഫാൻ ബേസ് വളരെ ഡിവൈഡഡ് ആണ്. ഇപ്പോൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ഒത്തിരി നമ്മുടെ ഫാൻസ് തന്നെ ഒത്തിരി പേര് വാറ്റ്കിൻസ് മതിയായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ വാറ്റ്കിൻസിനെ പറ്റി പറയുമ്പോൾ പുള്ളിക്കാരൻ നല്ലൊരു പ്ലെയറാണ്. പുള്ളിക്കാരൻ്റെ സ്റ്റാറ്റ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രീമിയർ ലീഗിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഔട്ട്പുട്ടുള്ള ഒരു പ്ലെയറാണ്. ഇപ്പോൾ ഒലീവ് വാറ്റ്കിൻസ്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഒലീവ് വാറ്റ്കിൻസ് എന്നുള്ള പേര് കൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്ക് വേണ്ടത്ര റെക്കഗ്നീഷൻ കിട്ടാത്തത്. കാരണം ഒരു എക്സോട്ടിക് പേരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒലിവർ ന്യൂനസ് എന്നോ അല്ലെങ്കിൽ ഒലിവർ ഹിമെനസ് എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടിയും ആൾക്ക് ഹൈപ്പ് കിട്ടിയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു. 10-ലധികം ഗോളുകൾ മിക്കപ്പോഴും നേടാറുള്ള പ്ലെയറാണ്. അസിസ്റ്റുകളും അതിനൊപ്പം ബാക്കപ്പ് ചെയ്യാനുണ്ട്.
ബട്ട് ഈ വാറ്റ്കിൻസിൻ്റെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്കിപ്പോൾ ഇന്ന് മനസ്സിലേക്ക് വന്നൊരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു. ഇപ്പോൾ വാറ്റ്കിൻസിന് ഈ വർഷം 30 വയസ്സാവും. നമ്മളിതുപോലെ തന്നെ മുമ്പ് പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള 29-30 വന്ന പ്ലെയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 2 പേരാണ് അലക്സിസ് സാഞ്ചസ്. പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള ആഴ്സണലിൽ അറ്റാക്ക് ചെയ്ത് തെളിയിച്ചിട്ടുള്ള ഒരാളായിരുന്നു. ബാർസലോണയിലും കളിച്ച് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അന്ന് അതേ സമയത്ത് ആ ഒരു സീസണിൽ ഓർക്കണ്ടെങ്കിൽ, സൈൻ ചെയ്ത സമയത്ത് ഓർക്കണ്ടെങ്കിൽ മാൻ സിറ്റിയും കാര്യമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം മാൻ സിറ്റി ആയിട്ട് ബാറ്റ് ചെയ്ത് നമ്മൾ ഇവന് കൂടുതൽ സാലറി കൊടുത്തിട്ടാണ് സാഞ്ചസിനെ കൊണ്ടുവന്നത്. ഫ്ലോപ്പായി. അതുപോലെ തന്നെ മാറ്റിച്ച് ചെൽസിയിൽ നമ്മൾ കൊണ്ടുവന്ന പ്ലെയറാണ്. 29 വയസ്സായിരുന്നു. അന്ന് ഈ പറയുന്ന പോലെ തന്നെ വന്നതിന് ശേഷം ഫസ്റ്റ് സീസൺ ആൾ ഹിറ്റായിരുന്നു. പിന്നെ നമുക്കറിയാം ഈ മാറ്റിച്ചിന് കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. പക്ഷേ പിന്നീട് പുള്ളിക്കാരൻ ഡിക്ലൈൻ ആയത് നമ്മൾ കണ്ടതാണ്. പുള്ളിക്കാരൻ്റെ സ്പീഡ് കുറഞ്ഞു, അതുപോലെ തന്നെ ഗ്രൗണ്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പം അങ്ങനെ പലവിധ പ്രശ്നങ്ങളും മാറ്റിച്ചിനുണ്ടായിരുന്നു. മാറ്റിച്ച് അൾട്ടിമേറ്റ്ലി ഒരു ഡീസൻറ്റ് പ്ലെയർ തന്നെയായിരുന്നു. പക്ഷേ ട്രോഫികളൊന്നും നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. നമ്മൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ സൈനിങ് നടത്തിയതാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ സെയിം ഡിഫൻസീവ് മിഡ്ഫീൽഡർ സിനാരിയോയിൽ നമ്മൾ കസമീറോനെ സൈൻ ചെയ്തു. കസമീറോ വന്നതിന് ശേഷം ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായി. അതിനുശേഷം ഈ പറയുന്ന പോലെ അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള പോലെയായിരുന്നു. പക്ഷേ കസമീറോ അൾട്ടിമേറ്റ്ലി കഴിഞ്ഞ സീസണിലൊക്കെ യൂറോപ്പ ലീഗ് ഫൈനലിലേക്ക് എത്താനൊക്കെ വലിയൊരു റീസൺ എന്ന് പറഞ്ഞാൽ കസമീറാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ അത്രയും വലിയ തുകയ്ക്ക് കസമീറോനെ മേടിക്കണമായിരുന്നു, 30 വയസ്സുള്ള കസമീറോനെ മേടിക്കണമായിരുന്നു എന്നുള്ളൊരു ചോദ്യം നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിലുണ്ട്. ഒരു യങ്ങർ പ്ലെയർ ആയിരുന്നെങ്കിൽ റീസെയിൽ വാല്യൂ ഉണ്ടായേനെ. അതുപോലെ തന്നെ അടുത്ത വർഷം നമുക്ക് കസമീറോനെ റീപ്ലേസ് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ എന്തായാലും ഉള്ളത്. അപ്പോൾ എന്ന് പറയുന്ന ഒരു സിമിലർ സിറ്റുവേഷൻ ഒലി വാറ്റ്കിൻസിൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഒലി വാറ്റ്കിൻസ് സ്പീഡിൻ്റെ കാര്യത്തിൽ ഒലി വാറ്റ്കിൻസിന് അടുത്ത 1-2 വർഷത്തിൽ ഒരുപാട് ഡിക്ലൈൻ ആയേക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വാറ്റ്കിൻസായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കാം. പക്ഷേ സെസ്കോയുടെ കാര്യത്തിൽ കാര്യം ഇതിനകത്ത് റിസ്ക് ഇൻവോൾവ് ആണെങ്കിലും സെസ്കോക്ക് ഈ പറയുന്ന പോലെ റീസെയിൽ വാല്യൂ ഉണ്ട്. ഇപ്പോൾ ആൻ്റണിയുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും 90 മില്യൺ ആൻ്റണിനെ സൈൻ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 60 മില്യണൊക്കെ ആയിരുന്നെങ്കിൽ റീസെയിൽ ചെയ്യുന്ന സമയത്ത് 40 മില്യണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ നഷ്ടമില്ല എന്ന് പറയായിരുന്നു. അപ്പോൾ എന്ന് പറയുന്ന പോലെയാണ് സെസ്കോയുടെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ സെസ്കോക്ക് റീസെയിൽ വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഉണ്ട്. കാര്യം റോയൊക്കെയാണ്. പക്ഷേ ഒരിക്കലും നമുക്ക് ഹോയിലൻഡായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല സെസ്കോനെ. കാരണം 2 പേര് 2 തരം പ്ലേയേഴ്സാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോയിലൻഡിനെ സൈൻ ചെയ്തുകൊണ്ട് അതുപോലെ ആയി തീരില്ലേ എന്നുള്ളൊരു കാര്യമാണ്. ആവാനുള്ള സാധ്യതകളുണ്ട്, അതൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഹോയിലൻഡിനെ പോലെ ഇമ്പാക്റ്റ് ഇല്ലാത്തൊരു പ്ലെയറായി മാറാം. പക്ഷേ ഈ സെസ്കോയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ആളുടെ ഏരിയൽ എബിലിറ്റി, അത്ലറ്റിക് എബിലിറ്റി, അതുപോലെ തന്നെ പ്രസൻസ്, പിന്നെ ഷൂട്ടിങ്, ഇതൊന്നും ഹോയിലൻഡായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹോയിലൻഡ് ഈ സെസ്കോ ഇഷ്ടം പോലെ ഹെഡിങ് ഗോളുകൾ അടിക്കുന്ന ഒരു പ്ലെയറാണ്. മാത്രമല്ല ഇപ്പം നമ്മൾ ഹോയിലൻഡിനെ സൈൻ ചെയ്ത സമയത്ത് വേറെ ഒരു പ്രീമിയർ ലീഗ് ടോപ്പ് ക്ലബ്ബുകൾക്ക് ഹോയിലൻഡിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ശരിക്കും ഓവർപേ ചെയ്തായിരുന്നു. ഇപ്പോൾ ഈ സെസ്കോയുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷനുള്ള ക്ലബ്ബുകൾ ന്യൂകാസിലാണെങ്കിലും അതുപോലെ തന്നെ ആഴ്സണലിലൊക്കെ ആണെങ്കിലും മറ്റ് ക്ലബ്ബുകൾക്ക് താല്പര്യമുള്ള, അതല്ലെങ്കിൽ ഇവർക്കൊക്കെ ഒരു വിശ്വാസമുണ്ട് ഈ പ്ലെയർ പറഞ്ഞ പോലെ പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിറ്റ് ആകുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണ് അവരൊക്കെ നോക്കിയത്. പക്ഷേ ഹോയിലൻഡിൻ്റെ കേസിലേക്ക് വന്നപ്പോൾ അങ്ങനെ അല്ലായിരുന്നു. ആകെ ഒരൊറ്റൊരു സീസണിൻ്റെ പുറത്താണ് നമ്മൾ സൈൻ ചെയ്തത്. അതിനകത്ത് ഈ പറയുന്ന പോലെ കുറേ കളികൾ നടന്നിട്ടുണ്ട്. ടെൻഹാഗിൻ്റെ ഏജൻസിയൊക്കെ അതിനകത്ത് കളിച്ചിട്ടുണ്ട്. ടെൻഹാഗിൻ്റെ ഈ ഒരു മൂവ് കിട്ടാനായിട്ട് ഹോയിലൻഡ് ടെൻഹാഗിൻ്റെ ഏജൻസിയിലേക്ക് സൈൻ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഗെയിമൊക്കെ അന്ന് ആ ഒരു ട്രാൻസ്ഫറിൽ നടന്നിട്ടുണ്ട്, കുറേ തിരിമറിയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഒരിക്കലും ഹോയിലൻഡായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും പൊട്ടൻഷ്യലുള്ള നല്ലൊരു പ്ലെയർ തന്നെയാണ് സെസ്കോ. ഒരു ഫിനിഷ്ഡ് ആർട്ടിക്കിളൊന്നുമില്ല. അപ്പോൾ എന്തായാലും സെസ്കോനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്കൗട്ട് റിപ്പോർട്ട് ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ട്രാൻസ്ഫർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കാരണം ന്യൂകാസിൽ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അവർക്ക് ഇത് ഈ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് മാറാം. കാരണം നമ്മൾ ഇഷ്ടംപോലെ സിറ്റുവേഷൻസ് അങ്ങനെ കണ്ടിട്ടുള്ളതാണ്. കാരണം ഒരു ക്ലബ്ബിലേക്ക് പോകുമെന്ന് പറയും, അതിനുശേഷം പെട്ടെന്ന് തന്നെ ആൾ വേറെ സ്ഥലത്തേക്ക് പോകും, ന്യൂകാസിലേക്ക് പോകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബ്ബിനകത്തേക്ക് ചാടി വരാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകൾ എപ്പോഴും മാറി മറിയാവുന്നൊരു കാര്യമാണ്. ഹൈജാക്കുകളും ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞതാണ് ട്രാൻസ്ഫർ വിൻഡോ. ഇപ്പം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യുണൈറ്റഡിലേക്കാണ് എല്ലാം വിരൽ ചൂണ്ടുന്നത്.